അതിൽ നിന്ന് മക്കളെയും പേരക്കുട്ടികളെയും റബ്ബ് നിശ്ചയിച്ചിരിക്കുന്നു. അഥവാ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സൃഷ്ടിച്ചൊരു സിസ്റ്റം അല്ല കുടുംബം, അത് റബ്ബ് സൃഷ്ടിച്ചൊരു സിസ്റ്റ, അള്ളാഹു നിശ്ചയിച്ചൊരു സിസ്റ്റ. അതുകൊണ്ട് ആ വിവാഹം കഴിക്കാത്തവൻ ലൈസ മിന്ന, എന്നിൽപ്പെട്ടവനല്ല എന്ന് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പറയാനുള്ള കാരണം, അന്നിക്കാഹു മിൻ സുന്നതി ഫമൻ റഗബ അൻ സുന്നതി ഫലൈസ മിന്നി. വൈവാഹിക ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നവൻ, കല്യാണം പഴഞ്ചനാണെന്ന് വിശ്വസിക്കുന്നവൻ, പാറിപതക്കും പറവകളൊന്നും വേളി കഴിച്ചിട്ടല്ലോ, തോന്നിയ കാലം വരെ അടിച്ചുപൊളിച്ച് ജീവിക്കാം, അതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആസ്വാദനം വേണമെങ്കിൽ കാണാൻ പോണോഗ്രഫി ഉണ്ട്, ആസ്വദിക്കാൻ വേശ്യാലയങ്ങളുണ്ട്, കണ്ടെത്താൻ ഒരുപാട് അതിരുവിട്ട വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നവൻ ലൈസ മിന്നാ, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ലോകത്തിന്റെ റസൂലുള്ള പറയാനുള്ള കാരണവും അതാ. നിക്കാഹാവട്ടെ ജീവിതാവട്ടെ അത് റബ്ബിന്റെ തീരുമാനമാണ്, അത് റബ്ബിന്റെ സമ്മാനമാണ്. ആ റബ്ബ് നമുക്കൊരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ കൂടെ പറയട്ടെ ഒരു വിഷയം. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് ഞാൻ ഖുതുബ പറയുന്ന സ്കൂളിന്റെ മുൻപിലുള്ള പള്ളിയിൽ വന്നു. പ്രസംഗത്തിന് ശേഷം, ഖുതുബയ്ക്ക് ശേഷം അദ്ദേഹം കൈപിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ നിന്റെ നിക്കാഹ് നിങ്ങൾ വരുമോ? ഞാൻ ചോദിച്ചു എന്തേ? പറയുന്നതിന്റെ ഇടയ്ക്ക് എന്നോൻ കരയാൻ തുടങ്ങി. വീണ്ടും ഞാൻ ചോദിച്ചു എന്താ പറ? ഓൻ ചോദിച്ചു എനിക്ക് പറയാൻ മാത്രം കുടുംബക്കാരില്ല, ജനിച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഉമ്മ മരിച്ചു, പിന്നെ എന്നെ ഇക്കാക്കനെയൊക്കെ വാപ്പയാ നോക്കിയത്, വാപ്പ വേറെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, അവസാനം കഴിഞ്ഞ കൊറോണ കാലത്ത് വാപ്പയും ഞങ്ങളെ വിട്ടുപോയി, ജ്യേഷ്ഠനും ഞാനും മാത്രമേ ഉള്ളൂ, ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വീട്ടിലിങ്ങനെ ഒറ്റക്കിരിക്കുമ്പോഴും കല്യാണം തീരുമാനിച്ചപ്പോഴും ബാക്കിയുള്ള വീട്ടിലും കൂട്ടുകാരുടെ വീട്ടിലും ഒക്കെ പോകുമ്പോ വാപ്പ ഉണ്ടാകും മുറ്റത്ത്, ഉമ്മ ഉണ്ടാകും സിറ്റ് ഔട്ടിൽ ഇറച്ചിയിൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ആ സ്റ്റെപ്പുമ്മേല്, വരുന്നവരെയൊക്കെ ഒന്ന് ക്ഷണിക്കാനും കൈ പിടിക്കാനും മൊയ്ലേവിനെ ഏൽപ്പിക്കാനും പള്ളിക്കാരായിട്ട് സംസാരിക്കാനും ഭക്ഷണം എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാനും, നെയ്ച്ചോറാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഭക്ഷണമാണോ എന്ന് ചോദിക്കാനൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ഏട്ടനും പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വരണം, നിങ്ങൾ വന്നാൽ എനിക്കൊരു വലിയ സന്തോഷാവുന്നു. ഞാൻ ആ നിക്കാഹിന് ചെന്നപ്പോൾ എനിക്ക് വലിയ വേദന തോന്നിയിട്ടുണ്ട്. ഏത് പിയ്യാപ്പിളാരും നിക്കാഹിന്റെ സമയത്ത് അകത്തുനിന്ന് ഇറങ്ങി വരിക ചെയ്യുക അല്ലേ? ഞാനൊക്കെ അങ്ങനെ നിക്കാഹിന് വേണ്ടി ഇരിക്കുമ്പോൾ കാണാം പിയ്യാപ്പിളാര് വളരെ ഇസ്തിരിയിലിട്ട് ഫോട്ടോക്കെ ഇട്ട് ഭംഗിയിൽ അകത്തുനിന്ന് 5-6 കുട്ടികളുടെ കൂടെ ചെറുപ്പക്കാരുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരും. ക്യാമറമാൻ ഇങ്ങനെ പറയും തിരിഞ്ഞിക്ക്, അങ്ങോട്ടേക്ക്, ഇങ്ങോട്ടേക്ക്, ഉമ്മാന്റെ മുഖത്തേക്ക്, ഉമ്മാന്റെ കൈ പിടിക്ക്, ഉമ്മാന്റെ കാൽമലോക്ക്. ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് ഇരുത്തുമ്പോഴേക്ക് എന്നെ 11 മണിക്ക് പറഞ്ഞ നിക്കാഹ് 12:15 ഉണ്ടാവും. അതെന്നെ ഒരു വർക്കത്തില്ലായ്മയാ, സാന്ദർഭികമായിട്ട് പറഞ്ഞതാന്ന് മാത്രം. അവസാനം ഈ ചെറുപ്പക്കാരൻ കയറി ചെല്ലുമ്പോൾ ഓൻ തന്നെയാണുള്ളത് കൈയടിച്ച് സലാം പറയാൻ, ഓൻ തന്നെയാ ഇരുത്താനുള്ളത്, ഓൻ തന്നെയൊക്കെ പറയാനുള്ളത്. ഇപ്പൊ ഞാനോട് ചോദിച്ചു പെണ്ണിന്റെ വാപ്പ വന്നിട്ടുണ്ട്, എന്നാ പിന്നെ നമ്മൾ ഇരിക്കല്ലേ, ഓൻ ആ തുണിയൊക്കെ ഒന്ന് നന്നാക്കി നേരെ ആക്കിയിട്ട് വെച്ച് ഇങ്ങനെ മതി ഉസ്താദ് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പിന്നെ കയറി ചെന്നിരുന്ന് കൈ പിടിച്ച് സലാം പറഞ്ഞ് തിരിച്ചിറങ്ങി പോരുമ്പോ ഞാൻ മനസ്സുകൊണ്ട് പടച്ചോനോട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. കാരണം എന്താണെന്നറിയോ? ആയുസ്സുള്ള ഒരു വാപ്പനെയും ഇമ്മനെയും തന്നതിന്. ഇപ്പോഴും കയറി ചെല്ലുമ്പോ അങ്ങ് എവിടെ പോയതാന്ന് ചോദിക്കുന്ന ഒരു വാപ്പനെയും ഇമ്മനെയും തന്നതിന് അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞു. എന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്റെ പെങ്ങൾ മുന്നിൽ പോകാൻ പറ്റില്ലോ എന്നുള്ളതിന് അൽഹംദുലില്ലാഹ് ഞാൻ 1000 തവണ പറഞ്ഞു. ഞാൻ അകത്ത് ഡ്രസ്സ് മാറാൻ പോയപ്പോ മുറ്റത്ത് വന്നിരിക്കുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കാൻ എന്റെ 2 അനിയന്മാര് ആ കല്യാണപ്പൊരി കൂടെ പരന്ന് നടക്കുന്നതിന് ഞാൻ അൽഹംദുലില്ലാഹ് വീണ്ടും പറഞ്ഞു. കാരണം ഭക്ഷണം വിളമ്പുന്നിടത്തിന്റെ 5 അമ്മമാര് ഭക്ഷണത്തിന് വേണ്ടി ഓരോരുത്തരും ഓരോ തെറ്റും കൈമ പിടിച്ചിട്ട് വിളമ്പിക്കൊടുക്കാൻ നിൽക്കുന്നു കണ്ടപ്പോ ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു. വീട്ടിന്റെ പിന്നാമ്പുറത്ത് അമ്മായിമാര് 15 പേര് തമ്മിൽ കുടുംബക്കാരിയായിട്ട് സംസാരിച്ച് അവിടെ രസം പിടിക്കുന്നത് കണ്ടപ്പോ ഹൃദയത്തിൽ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു, റബ്ബേ ഈ തന്ന അനുഗ്രഹങ്ങളിൽ പകരം വെക്കാനില്ലാത്തൊരു അനുഗ്രഹം ഏതാണെന്നറിയോ? ഒരു നല്ല കുടുംബം തന്നതാ റബ്ബേ. ആയുസ്സുള്ള ജീവനുള്ള വാപ്പയും ഉമ്മയും പെങ്ങന്മാരും ആങ്ങളെയും അനിയനും ജീവിതത്തിൽ മൂത്താപ്പാരും എളാപ്പാരും അമ്മായിമാരും ഒക്കെ ആയുസ്സോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരം അതാ റബ്ബേ അനുഗ്രഹം എന്ന് ഞാൻ അന്ന് ബോധ്യപ്പെട്ടു. അതില്ലാണ്ടാകുമ്പോഴേ ഞാൻ നിങ്ങളൊക്കെ അതിന്റെ വിലയറിയും. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ ഏതൊരു ഖുതുബക്ക് വേണ്ടി അള്ളാന്റെ ഹബീബ് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും തന്റെ മുൻപിലിരിക്കുന്ന സ്വഹാബത്തിന് റസൂൽ ഓതിക്കൊടുക്കുന്ന ഒരായത്തുണ്ട്.
വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി ചെന്നിരിക്കുന്ന പലരും അത് ശ്രദ്ധിക്കാറില്ലെങ്കിലും 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം ആ വാക്കുകളിലുണ്ട്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം. മനുഷ്യരെ, നിങ്ങൾ പടച്ച റബ്ബിന്റെ പരലോകത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പരലോകത്തെ കുറിച്ച് നിങ്ങൾ സംശയിക്കാതെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ വൽഅർഹാം, നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. അള്ളാഹുവിന്റെ മഹ്ശറയിൽ റബ്ബ് തന്ന ഓരോ കുടുംബത്തെ പറ്റിയും റബ്ബ് ചോദിക്കും. ഓരോരുത്തരെ പറ്റിയും പടച്ചോന്റെ അടുത്ത് ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന്റെ ഉത്തരം നിനക്ക് നിന്റെ റബ്ബിനോട് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ലാ തസൂലു ഖദമാ, നിന്റെ കാലം നനക്കാൻ പോലും റബ്ബ് നിനക്ക് അവസരം തരില്ല. നിനക്ക് റബ്ബ് മക്കളെ തന്നു. മക്കളില്ലാത്ത 10,000-ങ്ങൾ ലക്ഷങ്ങളുടെ ചികിത്സയുമായി ഓരോ പള്ളികളും കയറിയിറങ്ങി അള്ളാഹുവിന്റെ നേരെ കൈനീട്ടി കരയുമ്പോ രാത്രിയിൽ കരച്ചിലിന്റെ കണ്ണുനീരോടുകൂടി തിരിഞ്ഞും മറഞ്ഞും കിടന്ന് സ്വപ്നം കാണാൻ പോലും ഇല്ലാതെ ഓരോ ഭാര്യാഭർത്താക്കന്മാരും ഹൃദയം പൊട്ടുമ്പോ നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യയിലൂടെ പടച്ച റബ്ബ് നിനക്ക് 2ഉം 3ഉം 4ഉം 5ഉം ഒക്കെ റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ വല്ലർഹാം, നിന്റെ കുടുംബത്തെ നീ സൂക്ഷിച്ചോ, നിന്റെ മക്കളെ നീ സൂക്ഷിച്ചോ. നീ സ്വയം രക്ഷിക്കുന്നതോടൊപ്പം അള്ളാഹു നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ നീ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുക്കുമ്പോൾ മാത്രമാണ് നിന്റെ നിസ്കാരത്തിന് പടച്ചം വിലയിട്ട് തുടങ്ങുക. അല്ലാതെ സുബഹിന്റെ സമയത്ത് അലാറം വെച്ച് എഴുന്നേറ്റ് ഇപ്പൊ ഉറക്കൊക്കെ കുറച്ച് കുറവാ എന്ന് ചിന്തിക്കുന്ന മാതാക്കളും പിതാക്കളും എഴുന്നേറ്റൊരു ടോർച്ചും പിടിച്ച് പടച്ച റബ്ബിന്റെ പള്ളിയിലേക്ക് എത്തുമ്പോ 7 മണിക്ക് എഴുന്നേക്കാതെ മൂടിപ്പതച്ചുറങ്ങുന്ന ഒരു മകൻ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, ഒരു മകൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, മാന്യമായ വസ്ത്രം ധരിക്കാതെ ഒരായത്ത് പോലും ഒരു ദിവസം ഓതാതെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള 5 വക്ത് നിസ്കാരത്തിൽ ഒരു സൂക്ഷ്മതയും കാണിക്കാത്ത ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം. മനുഷ്യരെ, നിങ്ങളുടെ കുടുംബം നാളെ പരലോകത്ത് നിങ്ങളെ കണ്ണ് നിറയിപ്പിക്കും. നിങ്ങളെ മക്കള് നിങ്ങളെ അപമാനിക്കും. നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കണ്ണുനീരിലാക്കും. വലിച്ചെറിയപ്പെടുന്ന നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് നിങ്ങളുടെ കുടുംബം നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് പ്രവാചകരെ, നമസ്കരിക്കുന്ന എന്റെ മുഅ്മിനീങ്ങളോട് പറയണം, നോമ്പ് നോൽക്കുന്ന എന്റെ മുഅ്മിനീങ്ങളോട് പറയണം, ഇന്ന് വരെ റബ്ബിൽ പങ്കു ചേർക്കാത്ത അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന എന്റെ മുഅ്മിനീങ്ങളോട് പറയണം പ്രവാചകരെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിക്കുന്നവരെ, അല്ലയോ നോമ്പ് നോൽക്കുന്നവരെ, അല്ലയോ ഖുർആൻ ഓതുന്നവരെ, അല്ലയോ നിസ്കാരപ്പടത്തിലിരുന്ന് മക്കൾക്ക് വേണ്ടി ദുആ ഇറക്കുന്ന ഉമ്മമാരെ, മക്കൾ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നീ നമസ്കരിക്കുന്ന നിസ്കാരപ്പടത്തിന്റെ അരികിൽ നിന്റെ ആൺമക്കൾ ഉണ്ടാവണം, നിന്റെ പെൺമക്കൾ ഉണ്ടാവണം, നിന്റെ മൗമൂമീങ്ങളായി, നിന്റെ ഇമാമായി നിന്റെ പെൺമക്കൾ ഉണ്ടാവണം. നീ ചെന്ന് നിൽക്കുന്ന പള്ളിയുടെ ജമാഅത്തിന്റെ നിന്റെ സഫിന്റെ ഏതെങ്കിലും ഒരോരത്ത് നിന്റെ ആൺമക്കൾ ഉണ്ടാവണം. നീ ഓതുന്ന ഖുർആനിക ആയത്തിന്റെ അപ്പുറത്ത് അത് കേൾക്കുന്ന ഓതുന്ന മക്കൾ ഉണ്ടാവണം. നീ പടച്ചറപ്പിനെ സ്നേഹിക്കുമ്പോ ആ സ്നേഹം ഒരിക്കലും നശിക്കാതിരിക്കാൻ നിന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന നിന്റെ മക്കളുണ്ടാവണം. അല്ലെങ്കിൽ അൻഫുസകും, റബ്ബേ ഞാൻ പോകലുണ്ട്, ഞാൻ നിസ്കരിക്കലുണ്ട്, ഞാൻ ഖുർആൻ ഓതലുണ്ട്, ഞാൻ എല്ലാ നല്ല കാര്യവും ചെയ്യലുണ്ടെന്ന് പറയുമ്പോ അള്ളാഹു തിരിച്ചു ചോദിക്കും, വഅഹ്ലീകും, നിന്റെ കുടുംബം എവിടെ? അള്ള വിശ്വസിച്ചേൽപ്പിച്ച നിന്റെ മക്കൾ എവിടെ? അള്ളാഹു നിനക്ക് അന്നം തന്നത് നിന്റെ മക്കളെയും കൂടി പ്രതീക്ഷിച്ച, അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നത് നിന്റെ മക്കളെയും കൂടി പ്രതീക്ഷിച്ച, അള്ളാഹു നിനക്ക് ദുനിയാവിലെ വീട് തന്നത് നിന്റെ മക്കളെയും കൂടി പ്രതീക്ഷിച്ച, അത് നിന്റെ മക്കൾക്ക് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മക്കളെ നീ മഴ കൊല്ലാതെ സുരക്ഷിതനാക്കിയിട്ടുണ്ടെങ്കിൽ, മക്കൾക്ക് നീ പണം കൊണ്ട് വിദ്യാഭ്യാസവും വയറു നിറച്ച ഭക്ഷണവും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ മക്കൾക്ക് നീ ദുനിയാവിലെ പല സുഖസൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതൊക്കെ റബ്ബ് നിനക്ക് തരാനുള്ള കാരണം
ആ മക്കളെ നീ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് മനുഷ്യരെയും കല്ലുകളെയും അഗ്നിയായി കത്തിക്കുന്ന ആ അള്ളാഹുവിന്റെ നരകത്തീയിൽ നിന്ന് നിന്റെ മക്കളെ നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുൻപിൽ നീ അപമാനിക്കപ്പെടും, നീ ചോദ്യത്തിന് ഉത്തരമില്ലാതെ വെപ്രാളപ്പെടും, നിന്റെ പണം അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും, നിന്റെ വീട്, നിന്റെ തറവാട്, നിന്റെ കുടുംബം, എന്തിനേറെ നിന്റെ കെട്ടിയ പെണ്ണാണെന്ന് പോലും അള്ളാന്റെ മുൻപിൽ ഏറെ അപമാനിക്കപ്പെടും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ എന്ത് കോലത്തിൽ ആ പടച്ചോന്റെ മുൻപിൽ ഹാജരാക്കപ്പെടുക. ഒരിക്കൽ ഒരു സ്വഹാബി വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു പരാതി പറഞ്ഞു. അബ്ദു ഖലീഫയാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഉമറേ, നിന്റെ മകൻ ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല, ഒരനുസരണ എന്റെ കുട്ടിക്കില്ല, ഒരു നിസ്കാരം, ഏതെങ്കിലും ഒരു നല്ല കാര്യം, ഇതൊന്നും ചെയ്യുന്നില്ല ഉമറേ, വലിയ തർക്കുത്തരവുക. ആ തർക്കുത്തരവും മടിയുമുള്ള എന്റെ മകനെ നിങ്ങളൊന്ന് ഉപദേശിക്കണട്ടോ ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, മോനെ, വാപ്പാക്ക് ഇങ്ങനെയൊക്കെ ഒരു പരാതി ഉണ്ട്. ആ കുട്ടി ചോദിച്ചു, പറ ഉമർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഒരു മകന്റെ ഏറ്റവും നല്ല സ്വഭാവം ഇതൊക്കെയാ. തന്റെ മാതാപിതാക്കളെ അനുസരിക്കുക, അവരെ തൃപ്തിപ്പെടുത്തുക, അവരോട് ഏറ്റവും മനോഹരമായ സ്വഭാവത്തോടെ പെരുമാറുക. അതുകൊണ്ട് ഒരിക്കലും നിന്റെ പിതാവിനെ ഈ അനുസരണത്തോടുകൂടി അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടാവരുത് കേട്ടോ. ഇത് കേട്ട ആ ചെറുപ്പക്കാരൻ കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നടന്നു. 2 അടി നടന്ന ആ ചെറുപ്പക്കാരൻ കുട്ടി തിരിഞ്ഞൊന്ന് ചോദിച്ചു, സയ്യിദുനാ, എനിക്കൊരു ചോദ്യം നിങ്ങളോട് തിരിച്ചു ചോദിക്കാനുണ്ട്. സഹാബാക്കളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. കാരണം ഉമറിന്റെ നേരെ തിരിഞ്ഞൊരു ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് സഹാബത്തിന് അവർക്ക് ഭയായിരുന്നു. കാരണം ഇസ്ലാമിന് നടക്കാത്തൊരു കാര്യം കണ്ട ഉമർ അപ്പ പ്രതികരിക്കും, ചെയ്യേണ്ടത് സയ്യിദിന ചെയ്യും. അതുകൊണ്ട് ഉമറിനോട് കുട്ടി തിരിച്ചു ചോദിച്ചു, ഉമറേ, ഇത്രയും നേരം എന്നോട് സംസാരിച്ച താങ്കളോട് എനിക്ക് ചില കാര്യം തിരിച്ചു ചോദിക്കാനുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് പുഞ്ചിരിയോടെ പറഞ്ഞു, ചോദിച്ചോ. കുട്ടി ചോദിച്ചു, ഉമറേ, ഈ മാതാപിതാക്കളോട് കുട്ടികൾക്കുള്ള ബാധ്യത മാത്രമേ ഇസ്ലാമിലുള്ളൂ? ഈ മാതാപിതാക്കൾക്ക് കുട്ടികളോടൊരു ബാധ്യതയില്ലേ? മക്കളോടൊരു ഉത്തരവാദിത്വം ഉമ്മക്കും വാപ്പക്കും ഇല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഉണ്ട് മോനെ. എങ്കിൽ പറ ഉമർ, എന്തൊക്കെയാണ് അത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഒന്നാമത്തേത്, ആ കുട്ടികൾക്ക് നല്ലൊരു ഉമ്മയെ കൊടുക്കണം. ആ കുട്ടികൾക്ക് പടച്ചോനെ ഭയപ്പെടുന്ന ഒരു ഉമ്മയെ കൊടുക്കണം. അത് ഉമ്മയാണെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വാപ്പനെ കൊടുക്കണം. കുട്ടി തലങ്ങനാട്ടി വെറുപ്പോടെ. ഉമർ ചോദിച്ചു, എന്തേ? രണ്ടാമത്തേത് പറ ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, കുട്ടിക്ക് അള്ളാഹുവിന്റെ അരികിൽ ഇഷ്ടം തോന്നിപ്പിക്കുന്ന ഒരു പേര് കൊടുക്കണം. അതും പിതാവിന്റെ പേര് ചേർത്തിട്ടായിരിക്കണം. വീണ്ടും കുട്ടി ഇങ്ങനെ തലയാട്ടിയിട്ട് പറഞ്ഞു, പറ സയ്യിദുനാ, മൂന്നാമത്തേതെന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന മാതാപിതാക്കളാവണം. കുട്ടി വെറുപ്പോടെ തലയുയർത്തിയിട്ട് പറഞ്ഞു, ഹസ്ബുക്കല്ലാൻ, നിർത്തണേ സയ്യിദുനാ, നിർത്തിക്കോളൂ. ഉമറേ, ഇനി പറയണ്ട. ഈ പറഞ്ഞ ആദ്യത്തെ 3 എണ്ണത്തിലും നിന്റെ കുടുംബത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അറിയണോ ഉമറേ, നിന്റെ ഉമ്മയെ പറ്റിയാണെങ്കിൽ, നിന്റെ വാപ്പയെ പറ്റിയാണെങ്കിൽ കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം എന്റെ മാതാവിലും പിതാവിലുമില്ല. തമ്മിൽ കുത്തുവാക്കുകളും തമ്മിൽ ചണ്ട കൂടുകയും അടികൂടുകയും ചെയ്യുന്ന രാവും പകലുമല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഭക്ഷണത്തിന് പോലും ദൂർത്ത് കാണിച്ചുകൊണ്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയില്ലാതെ വില കൊടുക്കാത്ത മാതാപിതാക്കളാണ് ഉമറേ. എന്റെ ഉമ്മ ഇന്നുവരെ നല്ലൊരു വാക്കെന്നോട് പറയുന്നതോ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല ഉമറേ. എന്റെ പിതാവ് സമൂഹത്തിൽ വിലയുള്ളവനാണെങ്കിലും എന്റെ മാതാവിന്റെ മുൻപിൽ ഏറ്റവും വിലകെട്ടവൻ എന്റെ വാപ്പയാണ് ഉമറേ. പിന്നെന്റെ പേര് കേൾക്കണോ ഉമറേ? എന്നിട്ടൊരു പേര് പറയും. അതിന്റെ അറബി അർത്ഥം ഒട്ടകത്തിന്റെ കാഷ്ടമ്മ. ഇന്ന് നമ്മളെ മക്കളെ പേരെന്താന്ന് ചോദിക്കണേ, ഒന്ന് പള്ളിയിൽ ഉസ്താദിനോട് ചോദിച്ചാൽ മതി. പേരിട്ട പലർക്കും മക്കളെ പേരിന്റെ അർത്ഥമൊന്നും അറിയൂല. ഞാൻ കുറ്റം പറയല്ലോ.
എവിടുന്നപ്പം കുട്ടിക്ക് ഒരു പേര് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ നാത്തൂന്റെ ഇളയമന്റെ മൂത്തമ്മന്റെ മോളെ കല്യാണത്തിന് പാലക്കാട് പോയ പാടുള്ള ഒരു കുട്ടീന്റെ പേര് വെറൈറ്റി തോന്നി ഞാൻ കുട്ടിക്ക് ഇട്ടതാ. എന്താ അപ്പൊ പേരിന്റെ അർത്ഥം? അല്ലാഹു അഅലം. ഏതെങ്കിലും രണ്ട് അക്ഷരങ്ങൾ, ഏതെങ്കിലും രണ്ട് വാക്കുകൾ കൂട്ടിയോജിപ്പിച്ചിട്ട് നമുക്കത് പേരായി മാറി. സന ഫാത്തിമ. എന്താ സനാതിന എന്ന് പറഞ്ഞാൽ വേശ്യ, വ്യഭിചാരം. എന്റെ റൗസൽ എന്ന് പറഞ്ഞാൽ ഉണക്കക്കാട്ടം. സ്വന്തം മക്കൾക്കിട്ട പേരിന്റെ അർത്ഥം അറിയുന്ന എത്ര വാപ്പാരും കൂട്ടത്തിലുണ്ട്. സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിച്ചതാ ഞാൻ, കുറ്റം പറയല്ലോ. നമുക്ക് വെറൈറ്റി വേണം. ആരാന്റെ കുടുംബത്തിൽ, ആരാന്റെ മക്കളിൽ ഇതുവരെ കേൾക്കാത്തൊരു പേര്. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, ഇങ്ങനെ ഒരു അറബി പേരുണ്ടോ? ഞാൻ പറയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവരെന്നറിയിക്കും ഇത് പേർഷ്യയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിൽ ഉണ്ടായൊരു പേരാണ്. ഞാൻ പറയും അർത്ഥങ്ങൾ അങ്ങ് നോക്കിക്കളി. സ്വന്തം മക്കളിൽ നിന്നൊരു പേര് പോലും നല്ലോണം. കാരണം എന്താ? ഈ മക്കളെയൊക്കെ പരലോകത്ത് പടച്ചം പരിചയപ്പെടുത്തുക വാപ്പാന്റെ പേര് പറഞ്ഞിട്ടാ. ഇപ്പൊ ഇന്ന അള്ള പരിചയപ്പെടുത്തി എങ്ങനെയാണെന്നറിയോ? മലക്കളോട് അൻസാർ ബിൻ അബ്ദുറഹ്മാൻ എന്നാ. അല്ലാണ്ട് അൻസാർ നന്മണ്ടാമോ അൻസാർ സുലാഹിന്നോ അല്ല. അൻസാർ ബിനു അബ്ദുറഹ്മാൻ. വാപ്പാക്ക് വില, വാപ്പന്റെ ഉമ്മൻ അഥവാ ഉമ്മാൻ അവിടെ നിർത്തും, വാപ്പാനെ നിർത്തും, കുടുംബക്കാരെ നിർത്തും. യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസാഹിബതിഹി വഅഖി വഫസീലതി ഇല്ലതി തുവി. എല്ലാരെയും പടച്ചോൻ അങ്ങനെയാ പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഉമറെ, നിന്റെ വാപ്പട്ട പേരാ ഇത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു. പിന്നെ ഉമറെ, ഇക്കാലം വരെ എന്റെ അനുസരണക്കേടിനെ പറ്റി പരാതി പറയലല്ലാതെ ഒരു നല്ല കാര്യത്തിന് എന്നെ കൂട്ടിക്കൊണ്ടുപോയ ചരിത്രം എന്റെ മാതാപിതാക്കൾക്കില്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്നോട് ശക്തമായി സംസാരിച്ചൊരു രീതി എന്റെ മാതാപിതാക്കൾക്കില്ല. ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ട്യൂഷന് പോകാൻ വടിയെടുക്കും. അതല്ലെങ്കിൽ എന്തു വർത്താനവും പറയും. ഞാൻ ആർക്കാ പൈസ ഉണ്ടാക്കണേ? മാസത്തിൽ 6000 കൊണ്ടൊക്കെ അടുത്തത് എന്തിനാ? ഒളിങ്കുരു പോലെ എഴുന്നാ കിട്ടുന്നതെന്ന് അറിയണം എനിക്ക്. ട്യൂഷന് പോകാത്തതിനാ ഈ ചൂടായാല്. എന്നാലോ ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിന്, ഒരു ഹൈസക്കിന്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദീനീ പരിപാടിക്ക് പോകാത്തതിന്റെ പേരില് എന്തേ മോളെ ഈ പോവാത്ത്, എന്തടെ ഈ പോവാത്ത്, 125 ഉറുപ്യ കൊടുത്ത ബസ്സിൽ എനിക്ക് അവിടെ പോയി അത് കേട്ടു പോന്നൂടായിരുന്നോ എന്ന് ചോദിക്കുന്നില്ലെങ്കിൽ അന്ന് ഉമറിന്റെ മുൻപിൽ ആ കുട്ടി പറഞ്ഞതും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മക്കളും പൈസയൊക്കെ ദുനിയാവിൽ അലങ്കാരം മാത്രം. അത് ഏത് നിമിഷവും പോവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ. ഇശാ ജമാഅത്തിന് ബാപ്പന്റെ കൂടെ നിസ്കരിച്ച 4 ആൺകുട്ടികൾ സുബിഹി ജമാഅത്തിന് പടച്ചോന്റെ അടുത്ത. സങ്കല്പിക്കാൻ പറ്റുമോ? ഒന്ന് പോവുകയായിരിക്കും നമ്മൾ ചൊറിയാൻ, ഇല്ല 2 എണ്ണം ഇല്ലാണ്ടാവുകയായിരിക്കും, ഇല്ല 3 എണ്ണം പോവുകയായിരിക്കും. ഉള്ള 4 എണ്ണത്തിനെയും പടച്ചോൻ തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിലെ മുതലും പൈസയും ദുനിയാവിലെ പവറും പത്രാസും ഒക്കെ അള്ളാന്റെ ഒരു അലങ്കാരം മാത്ര. അവിടെ നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മളെ കുടുംബമാണെങ്കിൽ നമ്മളെ മക്കളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു വളർത്തുന്നതെങ്കിൽ ലോകത്തൊരിക്കലും അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കപ്പെടൂല. കാരണം എന്താണെന്നറിയോ? ചില ആളുകൾക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടം മക്കൾ എല്ലാ മേഖലയിലും ഉഷാറാവണമെന്ന. ഞാൻ എന്റെ അനുഭവം പറയാറുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് ബാലുശ്ശേരി അക്കാദമി കോളേജിൽ ചെന്ന് അടിയും പിടിയും ബസ്സമരൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ബാപ്പാനോട് ആരോ പറഞ്ഞത്, തിന്നാനും കിട്ടും, മാസത്തിൽ ഒരിക്കലേ നാട്ടിക്ക് വിടുകയും ചെയ്യും, ഇടവണ്ണക്കുണ്ടച്ചാക്കിക്കോളൂന്ന്. ആ പറഞ്ഞത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് ഞാൻ മനസ്സുകൊണ്ട് അവനെ കുറെ ചീത്തറിഞ്ഞിരുന്നു. കാരണം അവിടെ ചെന്ന രാവിലെ ഒരു പിടി ഉഷ്ക കിട്ടുക അനസിന് സ്വലായിക്കറിയാം. ഇപ്പൊ കുറെ മാറ്റം, വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ ചൂടിപ്പായി വിരിച്ചേരും നമ്മൾ കൊണ്ടുവന്നൊരു പുല്ലുംപായി ഉണ്ടാവും. ഒരു റൂമിൽ 42 ആള്. ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ ഒരു രസ മൂട്ട കടിച്ചാടെ പിടിക്കും, കൊതു എടുത്തുകൊണ്ടുപോകാൻ നോക്കും. വെള്ളമില്ലാത്ത കാലഘട്ടത്തിൽ ചാലിയാർ പുഴക്കൊണ്ട് ചുറ്റു പറയും ആഴ്ചയിൽ ഒരിക്കൽ അലക്കിക്കോളൂന്ന്. ഇപ്പൊ അൽഹംദുലില്ലാ ബെഡുണ്ട്, 6 നേരം ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. കുട്ടികൾ കുറവാന്ന് മാത്രം. പോകാൻ ആളുകൾക്ക് താല്പര്യമല്ല. അന്ന് 6 കൊല്ലം ഞാൻ അവിടെ പഠിച്ചു, സ്വലാഹി ബിരുദെടുത്തു. 1 കൊല്ലം തഖസ്സുസുൽ ഹദീസിനും പോയി. ആ ഇൽമ മനുഷ്യരെ പടച്ചോൻ തന്ന ഈ കൈകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചിരുന്നത്. നാളെ മറ്റന്നാൾ ഞാനങ്ങ് മരിച്ചുപോയാലും
നിന്റെ വാക്കുകൊണ്ട് ഈ സമൂഹത്തിൽ എവിടെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ വാപ്പക്കുമൊക്കെ അതിന്റെ കൂലി കിട്ടും. ഇനി അവര് മരിച്ചുപോയിട്ട് ഞാൻ എത്ര കാലം പ്രസംഗിക്കുന്നോ അതിന്റെ കൂലി അവർ കൂടി കിട്ടും. ഒരു ബാങ്ക് ഞാൻ കൊടുത്താൽ കിട്ടും, ഒരക്ഷരം ഞാൻ പാരായണം നടത്തിയാൽ കിട്ടും. നാളെ പടച്ചോന്റെ മണ്ണിലേക്ക് അവർ ഇറക്കി വെക്കുമ്പോൾ എന്റെ സമാധാനവും അതാ. ഇനി ഞാൻ പഴച്ചു പോയാലും ഓലുണ്ടാളും രക്ഷപ്പെടും. കാരണം പഠിപ്പിച്ച് റബ്ബേ, പിന്നെ ഓൻ പഴച്ചു പോയതാന്ന് പറയാ. നമ്മൾ എന്ത് അറിയും? നമ്മൾ അള്ളാഹുവിനോട് എന്ത് പറയും? എന്താ റബ്ബേ ഞാൻ എന്റെ മക്കളെ തൊട്ട് പറയാനുള്ളത് എന്നൊന്ന് കരുതി വെച്ചോളൂ. കാരണം വാപ്പയും ഇമ്മയും ചിലപ്പോൾ നേരത്തെ പോവും, അല്ലെ മക്കള് നേരത്തെ പോവും. അള്ളാന്റെ ദുനിയാവിൽ അത്രേ ഉള്ളൂ. ആ തിരിച്ചറിവാണ് കുടുംബത്തെ സ്നേഹിക്കാൻ നമ്മളെ പര്യാപ്തമാക്കേണ്ടത്. ആ കുടുംബത്തിൽ മക്കളുടെ ദീനീ ചിട്ടകളിൽ ഗൗരവത്തോടെ അവർക്ക് ദീനിന്റെ അറിവുകൾ അറിയിച്ചു കൊടുക്കാൻ, നാളെ പരലോകത്തും ദുനിയാവിലും എനിക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റാൻ. അല്ലേ, ഇതാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ ബിസലാസിൻ. ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി അവന്റെ എല്ലാ അമലുകളും നിഷ്ഫലമാവും. ഇല്ലാ ബിസലാസിൻ, 3 എണ്ണം അവന് ഖബറിലേക്ക് കിട്ടും. അതിൽ ഒന്ന് വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വന്തം മാക്കും വാപ്പാക്കും വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന. അതൊരിക്കലും പടച്ചോൻ തള്ളൂലാന്നാ. നാളെ പരലോകത്ത് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ചില വാപ്പാരുമാരും ചോദിക്കും, റബ്ബേ ഞാൻ ഖബറിൽ കുറെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഖബറിൽ എനിക്ക് കുറെ ബേജാറ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പുനർജീവന നാളിൽ, ഈ മഹ്ശറ ദിനത്തിൽ ഈ ഇന്ന സ്വർഗത്തിലാക്കിയ റബ്ബേ, അതെന്തുകൊണ്ടാ റബ്ബേ? അള്ളാഹു പറയും, ഔലാദുക്കും, നിന്റെ മക്കളെ കൊണ്ടാ. ഈ ബാക്കിട്ടേച്ച് പോന്ന എന്റെ മക്കൾ എനിക്ക് വേണ്ടി ദുആയിരുന്നു. ഈ ചെയ്ത നല്ല കാര്യങ്ങൾ എന്റെ മക്കൾ പിന്തുടർന്നു. നീ ദീൻ പഠിപ്പിച്ച മക്കൾ ദുനിയാവിൽ അള്ളാന്റെ ദീനുമായിട്ട് ഇടപെട്ടു. ആ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് നിന്റെ പാപങ്ങൾ പലതും പൊറുക്കപ്പെടുകയും നിന്റെ സ്വർഗത്തിന്റെ യാത്ര എളുപ്പമാക്കപ്പെടുകയും ചെയ്തു. നമ്മളിൽ എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടുന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇത് കേൾക്കുമ്പം ചില മക്കളെയൊക്കെ ഒരു ധാരണ ഉണ്ട്, മാതാപിതാക്കളെയൊക്കെ ഒരു ധാരണ, ഏത് മക്കൾ പ്രാർത്ഥിച്ചാലും കിട്ടുമോന്ന്. ഇല്ല, വവലദുന്ന് മാത്രമേ അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമുക്കത് പറയായിരുന്നു. പക്ഷേ വവലദുൻ സ്വാലിഹുൻ, സ്വാലിഹീങ്ങളായ മക്കളാവണം, നല്ല വാപ്പാന്റെ ഉമ്മാന്റെ നല്ല മക്കളാവണം, അള്ളാഹുവിന്റെ ദീനറിയുന്ന മക്കളാവണം, അള്ളാഹുവിന്റെ ദുനിയാവിനെ പറ്റി ബോധമുള്ള മക്കളാവണം. ദുനിയാവ് പടച്ചോന്റെ പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത മക്കളാവണം, കുടുംബാവണം. ഇന്നെന്താ നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ? ഒരു ഭാഗത്ത് ലിബറൽ മനോഭാവങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ മൃഗത്തിനേക്കാളും അധപ്പതിക്കുന്ന അവസ്ഥയിൽ കാണേണ്ടി വന്നു. അല്ലേ, ചുണ്ടിലെരിയുന്ന സിഗരറ്റും ആടിക്കുത്തുന്ന മുണ്ടുകളും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ക്കലുമാണ് ആണത്വം എന്ന് തെറ്റിദ്ധരിക്കുന്ന ലഹരിക്കടിമപ്പെട്ടൊരു തലമുറ ഈ സമൂഹത്തിൽ വളർന്നു വരാൻ തുടങ്ങി. പേനക്കത്തി കൊണ്ട് സഹപാഠിയുടെ മുതുക്കത്തി ചിത്രം വരച്ച് ചീറ്റിത്തെറിക്കുന്ന ചുടുരക്തം കണ്ട് ആനന്ദ നൃത്തമാടുന്ന കലാലയങ്ങൾ, ക്യാമ്പസുകളിൽ പോലും പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളെ ഗൊരാവോ ചെയ്തും അതല്ലെങ്കിൽ റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റിലേക്ക് മുഖം പിടിച്ചു താത്തി ക്രൂരമായി പച്ചക്കു കൊല്ലുന്ന ഖബാലന്മാരുടെ, കലാപകാരികളുടെ നാടായി നമ്മളെ ക്യാമ്പസുകൾ മാറിയില്ലേ? കോമ്പസ് കൊണ്ടും അല്ലാത്ത കത്തികളെ കൊണ്ടും സഹപ്രവർത്തകന്റെ കാലിൽ കുത്തി മുറിവേൽപ്പിക്കാനും രക്തം പൊടിഞ്ഞ കാലുകളെ കൊണ്ട് ചുമരുകളിൽ വിപ്ലവത്തിന്റെ പേരുകൾ എഴുതാനും അതിനേക്കാൾ ഏറെ ആണും ആണും പെണ്ണും പെണ്ണും പരസ്യമായി ചുംബനം നടത്തി, അതല്ലെങ്കിൽ ഗേ സെക്സ് ആണ്, ലെസ്ബിയൻ സെക്സ് ആണ് സമൂഹത്തിന്റെ വിപ്ലവമെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ലിബറലുകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നില്ലേ? എത്രത്തോളം എന്നാൽ 25, 28, 30 വയസ്സുള്ള പെൺമക്കൾക്ക് പോലും ഇന്ന് കല്യാണം വേണ്ട. എന്തേ കാരണം? ഏതോ കുപ്രസിദ്ധരും സുപ്രസിദ്ധരുമായ സിനിമാ നടന്മാരുടെയോ പരസ്യ മോഡലുകളുടെയോ കളിക്കാരുടെയോ അകന്നുപോയ ഡൈവോഴ്സിന്റെ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ മനസ്സുകളിലേക്ക് ഈ ലിബറൽ മനോഭാവികൾ കുത്തിവെച്ചു. വിവാഹം കാലഹരണപ്പെട്ടതാണെന്നും പയഞ്ചനാണെന്നും ബാധ്യതകൾ ഏറ്റെടുക്കരുതെന്നും അതുകൊണ്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ തുറന്നു വെക്കപ്പെട്ട ആകാശത്തിന്റെ മുൻപിൽ പറന്ന് ജീവിക്കണമെന്നും ലിബറലുകൾ പഠിപ്പിച്ചതിന്റെ പേരിൽ പെൺകുട്ടികൾ വിവാഹത്തെ വെറുത്തു. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ആണുങ്ങളെ തെരഞ്ഞെടുത്ത് ലിവിംഗ് ടുഗദറുകളും അതിനേക്കാൾ ഏറെ ഡേറ്റിംഗും നടത്തി അവസാനം ഏകദേശം 10-20 കൊല്ലങ്ങൾക്ക് മുൻപ് ജാരന്മാരെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിച്ചവരെ കൊണ്ട്
അവസാനം അത് ബെസ്റ്റികളായി ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടം കൺമുൻപിലെത്തിയില്ലേ? പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മംഗലാപുരത്തേക്ക് വിട്ടയച്ച പെൺകുട്ടി പഠിക്കാൻ വേണ്ടി സ്കൂൾ അവധി കൊടുത്തിട്ടും 3 ദിവസത്തിന് ശേഷം കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ ആൺസുഹൃത്തിന്റെ സുഹൃത്തി ജാരൻ, ഇന്നതിന്റെ പരിഷ്കരിച്ച പേരാണ് ബെസ്റ്റി, ആൺസുഹൃത്തി എന്ന പേരിട്ട് വിളിച്ച ആൺസുഹൃത്തിന്റെ അവന്റെ ലോഡ്ജിന്റെ റൂമിൽ ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അപകടകരമായ പോക്ക ഇന്നത്തെ തലമുറ. അവർക്ക് കൃത്യമായ വഴി കാണിച്ചു കൊടുക്കുന്ന വൃത്തി പോലെയുള്ള സ്ഥാപനങ്ങളും അതേപോലെയുള്ള സന്ദർഭങ്ങളും ഈ സമൂഹത്തിൽ പലരുടെയും നോട്ടപ്പുള്ളിയായി അവർ നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി. ക്യാമ്പസുകളിലേക്ക് കയറി ചെല്ലേണ്ടതിന് പകരം ക്യാമ്പസിന്റെ പിന്നാമ്പുറങ്ങളിൽ കുത്തിവെക്കപ്പെടുന്ന ലഹരിയുടെ മറവിൽ ഓരോ കുട്ടികളും ആസ്വാദനം കണ്ടെത്താൻ തുടങ്ങി. 4 കാലിൽ വീട്ടിലേക്ക് അയഞ്ഞു വരുന്ന മകനും മകന്റെ കൂട്ടുകാർക്കും മുൻപിൽ തന്റെ അല്പം ഇറക്കം കുറഞ്ഞ കഴുത്തിന്റെ കാകം, ബ്ലൗസിന്റെയും മാക്സിയുടെയും മുകൾ ഭാഗം ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് മക്കളെ മുൻപിൽ ജീവിക്കേണ്ടി വരുന്ന ഹതഭാഗ്യകളായ ഉമ്മമാരുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കാലഘട്ടം നമ്മൾ കൺമുൻപിൽ കണ്ടു. എന്തുകൊണ്ട്? വീട്ടിന്റെ അകത്തടങ്ങളിലേക്ക് ലിബറലുകൾ കയറി വന്നു. സോഷ്യൽ മീഡിയയിലൂടെ, ടിവികളിലൂടെ, സിനിമകളിലൂടെ, അല്ലേ?